അങ്ങനെ നയനയെ കാണാതെ ആദർശും ജയനും അനിയുമെല്ലാം നെട്ടോട്ട് ഓടുകയാണ് കേട്ടോ. നയന എവിടെ പോയെന്ന് ആർക്കും ഒരു ഊഹം കിട്ടുന്നില്ല. അപ്പൊ നമ്മളെ കാണിക്കുന്നുണ്ട് നയന അമ്പലത്തിൽ പോയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദർശ് അത്രയും നാളും സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുന്നതൊക്കെ നയന ഇങ്ങനെ റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അവൻ ആ എഴുതിയ കത്തിലെ വാക്കുകളും അതെല്ലാം ഇങ്ങനെ നയന ഓർത്തെടുക്കുകയാണ്. മുത്തശ്ശന് വേണ്ടിയിട്ട് മാത്രമാണ് തന്നെ സ്നേഹിച്ചതെന്നുള്ള കാര്യം അറിയുന്നത് നയന വളരെ ബുദ്ധിമുട്ടിലായിട്ട് ആ അമ്പലനടയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ അമ്പലത്തിലെ പൂജാരി നയനയെ കാണുകയാണ്. അപ്പോൾ തന്നെ മുത്തശ്ശനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ നമ്മുടെ വീട്ടിലെ മരുമകള് ഈ അമ്പലത്തിൽ വന്ന് ആരുമില്ലാത്തവളെ പോലെ ഇരിക്കുകയാണ്, എന്നാൽ രാത്രി മുതൽ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പൂജാരി പറയുന്നു. ഇത് കേട്ട മുത്തശ്ശൻ, ആ ശരി, ആരോടും പറയണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും മുത്തശ്ശനും പോകാനൊരുങ്ങാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് ഈ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടായിരിക്കും, അല്ലാതെ മോള് ഇങ്ങനെയൊന്നും ഇവിടുന്ന് ഇറങ്ങി പോയില്ല, അത്രയ്ക്കും എന്താ പ്രശ്നമുണ്ട് വസുന്ധര എന്ന് ഭാര്യയോട് പറയുന്നുണ്ട് മൂർത്തി. അങ്ങനെ ഈ വീട്ടിൽ ആരോടും പറയണ്ട, നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശ് പറയാണ്, ഒരു സമാധാനം ഇല്ലമ്മേ, അവൾ എവിടെ പോയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ദേവേനി പറയാണ്, ഇന്നലെ മുതൽ മോൻ ഉറങ്ങിയിട്ടില്ലല്ലോ, മോൻ ഇങ്ങനെ നടക്കല്ലേ, അവൾ എവിടെ പോയതായിരിക്കും ആർക്കറിയാം, ഇങ്ങനെ കുറെ എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഇനിയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമെന്ന് പറയുമ്പോ ഇവളുമാര് കാരണം ഒരു സമാധാനം ഈ വീട്ടിനില്ല, ആകെപ്പാടെ നാണക്കേടാണ് ഇന്ന് ദേവേനി പറയാണ്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് മോൾ ഇറങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം കാണും. അന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോ മോൾ ഇവിടുന്ന് പോകാതെ പിടിച്ചു നിൽക്കലായിരുന്നോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്നിട്ട് മോള് പോയോ? അങ്ങനെ മോൾ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സ് അതുപോലെ തകർന്നതായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ മോക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണും. അപ്പോഴേക്കും ആദർശ് പറയാണ്, ചെറിയമ്മ കണ്ടതല്ലേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, ഇതൊക്കെ അവളുടെ അഹങ്കാരം മാത്രമാണ്, ഞാൻ അങ്ങനെ പറയുള്ളൂ എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ദേവേനെ പറയാണ്, പിന്നല്ലാതെ അവക്കും അവളുടെ ചേച്ചിക്കും എന്ത് അഹങ്കാര, വന്ന നാളും മുതലേ രണ്ടുപേരും എന്ത് മാത്രമാണ് നമ്മൾ അപമാനിച്ചിരിക്കുന്നത്, നമ്മുടെ കുടുംബത്ത് എന്ത് സന്തോഷവും സമാധാനമായിരുന്നു, ഒരു കല്യാണാലോചന കൂടിയിട്ട് എല്ലാം അവസാനിച്ചു എന്നിങ്ങനെ അവള് പറയാണ്. സമയത്ത് കനകവും ഗോവിന്ദനും കൂടിയിട്ട് അവിടെ ഇരുന്ന് ഭയങ്കര ബഹളാണ്. കനകം പറയാണ്, ഗോവിന്ദേട്ടാ, ഇവരവളെ എന്തെങ്കിലും ഉപദ്രവിച്ചതായിരിക്കും, എനിക്ക് ഉറപ്പാ, ഒരു തവണ എന്റെ മോളെ മഴയത്തിറക്കി വിട്ടതല്ലേ, ഇവർക്ക് അതിനൊന്നും ഒരു മടിയും കാണില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ പറയാണ്, ആവശ്യത്തിനൊന്നും പറയണ്ട, ഞങ്ങൾ നിങ്ങളുടെ മോളെ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ സന്തോഷമായിട്ടുള്ള നിൽക്കുന്നത് കണ്ടിട്ടല്ലേ നിങ്ങൾ പോയതിന് 5 മിനിറ്റിന് ശേഷം ഇവിടെ എല്ലാരും അവളെ തപ്പിയതാ, എന്നിട്ട് അവളെ കാണുന്നില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. കനകം പറയണ, എനിക്കറിയാം എല്ലാരും കൂടി എന്റെ മകളെ എന്തെങ്കിലും ചെയ്ത് കാണും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പോയി നവ്യേനെ അടിക്കുന്നുണ്ട്, നിന്റെ അനിയത്തിയല്ലേ അവള്, നീ എന്ന് കാണാതെ പോയപ്പം ആ പാവം എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ, എവിടെയൊക്കെ ഓടിയെന്നറിയാവോ, എന്നിട്ടോ അവക്ക് വയ്യാത്തപ്പോ നീ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നവീനെ വീണ്ടും തല്ലുന്നുണ്ട് കേട്ടോ കനകം. അപ്പോഴേക്കും നവി പറയണ, അമ്മ എനിക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ അമ്മേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ജാനകി പറയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല, മോളെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും ഞാനോ മുത്തശ്ശനോ ഒന്നും സമ്മതിക്കില്ല, മോളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല, എന്റെ സ്വന്തം മോളെ പോലെയാ അവളെ ഞാൻ കാണുന്നത് ജാനകി പറയുന്നുണ്ട്. അപ്പോഴേക്കും കനകം പറയാണ്, അതെനിക്കറിയാം, ആ ഒരു വിശ്വാസത്തിന് പുറത്തില്ല ഞങ്ങൾ ആ വീട്ടിലെ സമാധാനമായിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കനകം പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ കാണുന്നുണ്ട് നയന ഇങ്ങനെ അവിടെ ഒരു നടയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ചെന്ന് മുത്തശ്ശനും കാണുമ്പോൾ നയന ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കാണ്, എന്താ മോളെ, എന്താ നീ കാണിച്ചത്, രാത്രി മൊത്തം ഞങ്ങൾ ആരും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, എല്ലാവരും നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു, നീ എന്ത് പണിയാ കാണിച്ചത്, എന്തിനാ ആരുമില്ലാത്തവരെ പോലെ ഇവിടെ വന്നിരിക്കുന്നത് മുത്തശ്ശൻ ചോദിക്കാണ്. അപ്പോഴേക്കും നയന പൊട്ടിക്കരയാണ് കേട്ടോ. മുത്തശ്ശി ചോദിക്കാണ്, മോളെ എന്ത് കാര്യമാണെങ്കിലും ഞങ്ങളോട് നിനക്ക് പറയാമല്ലോ, പരിഹാരമില്ലാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ, പിന്നെ മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, മുത്തശ്ശി എനിക്കിനി പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, പലതവണയായിട്ട് ആദർശൻ എന്നെ അപമാനിച്ചിട്ടുണ്ട്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അതെല്ലാം ഞാൻ ക്ഷമിച്ച് സഹിച്ചു നിന്നത് എന്റെ അച്ഛനമ്മേനെ ഓർത്തിട്ടാ, എന്റെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങാനും തിരിച്ചെന്നല്ല എന്റെ അച്ഛന് അത് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാ ഞാന് അങ്ങോട്ട് പോലും പോവാത്തത്. ഇന്നലത്തെ ദിവസം ഞാൻ ഒരുപാട് സന്തോഷിച്ചു, ഇന്നലെ നല്ല അന്ന് മുത്തശ്ശൻ വീണ് കിടന്നില്ലേ, അന്ന് മുതൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ, പിന്നെന്ത് പറ്റിയെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ദാ എന്നും പറഞ്ഞിട്ട് നയന ആ ചീട്ട് അവർ നേരെ നീട്ടുന്നു. അങ്ങനെ മുത്തശ്ശി ആ ചീട്ട് വായിച്ചു നോക്കാണ്. അപ്പോഴേക്കും ആദർശ് അതിൽ എഴുതിയിരുന്നല്ലോ, എനിക്ക് നയനെ ഇഷ്ടമല്ലെന്നും ഇഷ്ടപ്പെടാൻ സാധിക്കില്ല എന്നും,
മുത്തശ്ശന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതെന്നും അതൊക്കെ കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, മോളെ എന്നോട് നീ ക്ഷമിക്കണം. ഞാനാണ് എല്ലാത്തിനും കാരണക്കാരൻ. അന്ന് എനിക്ക് സുഖമില്ലാതെ വന്നപ്പോ ഞാനാണ് സത്യം മേടിച്ചതാ. നയനമോളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് അവന്റെ മനസ്സിൽ നിന്നോട് താല്പര്യമില്ലാതിരുന്നിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞ പേരിൽ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ അഭിനയിക്കായിരുന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. മോളോട് അങ്ങനെ അവൻ ചതി അവൻ ചെയ്തതാ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെങ്കില് ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഒരു ഭാര്യയും ഭർത്താവുമാകുമ്പം ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടാവും. ആദർശിന്റെ മനസ്സിൽ യാതൊരു താല്പര്യമില്ലാതെയാ നിന്നെ വിവാഹം കഴിച്ചത്. നീയും അങ്ങനെ തന്നെയാ. പക്ഷെ നീയാണെങ്കിലോ അവനെ സ്നേഹിക്കാൻ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നീ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആദർശ് അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അതൊന്നും വേണ്ട നിൽക്കുക. പക്ഷെ നിനക്കൊരു കാര്യം അറിയാവോ, ആദർശ് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോ നയന പറയാണ്, ഇല്ല മുത്തശ്ശ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ആദർശന് എന്നോട് യാതൊരു താല്പര്യമില്ല എന്ന് പറയുമ്പോ മുത്തശ്ശൻ പറയാണ്, അല്ല മോളെ, അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്ര. ആദർശ് നിന്നെ വളരെ ഇഷ്ടമാണ്. കാരണം ഇന്നലെ രാത്രി മുഴുവനും ഒരുപോലെ കണ്ണടയ്ക്കാതെ അവൻ ഈ ലോകം മൊത്തം ചുറ്റായിരുന്നു മോളെ അന്വേഷിച്ചുകൊണ്ട്. നിനക്ക് വേണ്ടിയിട്ട് അവൻ എന്തുമാത്രം അലഞ്ഞെന്നറിയാമോ. രാത്രിയിൽ അവന് സുഖമില്ലാതായി, അവൻ ഇൻഹേലർ വരെ എടുക്കേണ്ടി വന്നെന്ന് പറയുമ്പം നയന അയ്യോ മുത്തശ്ശാന്ന് ചോദിക്കുമ്പോ, കണ്ടില്ലേ, നിന്റെ മനസ്സിലും അവനുള്ള സ്നേഹമുണ്ട്, അതുകൊണ്ടല്ലേ ഈ ഒരു പിടപ്പ്. നിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തുമാത്രം വേദനിച്ചു എന്ന് ഞങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് തിരികെ വരണമെന്ന് പറയാണ്. നയന പറയണം, മുത്തശ്ശ ദയവ് ചെയ്ത് എന്നെ വിളിക്കല്ലേ, ഞാൻ ഇനി വരില്ല എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ്, ദയവ് ചെയ്ത് മുത്തശ്ശന്റെ കൂടെ വരണം. മുത്തശ്ശന് വേണ്ടിയിട്ട്, മുത്തശ്ശൻ ഉള്ളിടത്തോളം കാലം നിങ്ങളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറയുമ്പം നയൻ ചോദിക്കാണ്, അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞതെന്ന്. മുത്തശ്ശൻ പറയണ, അതല്ല, ഞങ്ങൾക്ക് രണ്ടർക്കും പ്രായമായി വരിക, നിങ്ങളെ നിങ്ങളെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്റെ മോള് ഞങ്ങളോട് വരില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ മുത്തശ്ശൻ നയന എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നയന അവിടെ ഉണ്ടെന്നുള്ള കാര്യം ആദർശ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങോട്ടേക്ക് സ്പീഡിൽ കയറി വന്നിട്ട്, നിന്റെ മനസ്സിലെ വിചാരം എന്താടി, ഞങ്ങളെല്ലാം പൊട്ടന്മാരാണെന്നോ? എന്തുമാത്രം തീരുന്നറിയാമോ ഒറ്റ ദിവസം കൊണ്ട്. എല്ലാവരും നിനക്ക് വേണ്ടിട്ട് കാത്തിരിക്കുക. നീ ഇങ്ങനെ ഇങ്ങനെ എല്ലാരും വിഷമിപ്പിക്കാൻ നടക്കാണോ? പറയാതെ മിണ്ടാതെ ഇറങ്ങിപ്പോയാല് എല്ലാവരും മാനസികാവസ്ഥ എന്തായിരിക്കും നീ ആലോചിച്ച് നോക്കിയോ? എല്ലാവരോടും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. നിന്റെ മനസ്സിലെന്താ വലിയ രാജകുമാരിയാണെന്നാണ് വിചാരം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞിട്ട് നയനയുടെ കയ്യിലെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ്. മുത്തശ്ശൻ നയനോട് പറഞ്ഞിരുന്നു, ഈ ഒരു കത്തിന്റെ കാര്യം നമ്മൾ മൂന്നുപേരും മാത്രമല്ലാതെ മറ്റാരും അറിയണ്ട. മോള് അവൻ അഭിനയിക്കുമ്പം അവന്റെ കൂടെ മോളും അഭിനയിക്കുക, ഈ മുത്തശ്ശൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് നയനയുടെ മുത്തശ്ശൻ വാക്ക് മേടിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടുന്ന് പോയി കാറിൽ കയറ്റുകയാണ്. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടിട്ട് മുത്തശ്ശൻ പറയാണ്, കണ്ടില്ലേ അവന്റെ മനസ്സിലെ സ്നേഹം പതിയെ പതിയെ പുറത്തു വരുന്നത് അവൻ പോലും അറിയാതെ. നയനമോളെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവന്റെ മനസ്സിൽ അത് അവൻ പുറത്ത് കാണിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർ തമ്മിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നാവും. ദേവിയനെയാണ് അതിൽ ഇടങ്കോലായിട്ട് നിൽക്കുന്നതെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അതെല്ലാം ശരിയാവോടോ, താൻ കണ്ടോ എന്ന് മുത്തശ്ശൻ പറയുന്നു. അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.